അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നു, BJP നേതാവ്. ഷോൺ, യഥാർത്ഥത്തിൽ ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട ആൾ താങ്കൾ തന്നെയാണ്. ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതും അതിലും താങ്കൾക്ക് പ്രസക്തിയുണ്ട്. ഇപ്പോൾ ED റെയ്ഡ് 12 കേന്ദ്രങ്ങളിൽ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. താങ്കളുടെ പ്രതികരണം? കഴിഞ്ഞ 2 വർഷക്കാലമായി പണത്തിനും അധികാരവും കൊണ്ടാണ് പിണറായി വിജയൻ ഒരു പരിധിവരെ ഈ നടപടികളെ കോടതികൾ വഴി, വ്യവഹാരങ്ങൾ വഴി തടസ്സപ്പെടുത്തിയത്. ഞാൻ ഇന്നലെയും പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് പറഞ്ഞിരുന്നു, പിണറായി വിജയനും മകളും ജയിലിൽ പോകും, ഒരു സംശയം വേണ്ട. അത്രയും ഗുരുതരമായ തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ സംസ്ഥാനത്തെ അവർ വിറ്റിട്ടുണ്ട്. ഔദ്യോഗികമായ സ്ഥാപനങ്ങളെ സ്വന്തം ലാഭത്തിനു വേണ്ടിയും പണസമാഹരണത്തിന് വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തീരദേശത്തെ വിറ്റതിന്റെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ തീരദേശത്തെ ധാതുമണൽ വിദേശത്തോടക്കം കടത്തിയിട്ടുണ്ട്. അതിൽ വിദേശ ബാങ്കുകളിൽ പണം നിക്ഷേപമുണ്ട്. അമേരിക്കയിലേക്ക് പണം കടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, ഇനി SFIയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് PMLA ആക്ട് പ്രകാരം EDക്ക് കേസെടുക്കാം. ഇപ്പോൾ കൈപ്പറ്റിയിട്ടുള്ള പണം എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ രേഖകളിലുള്ള പണത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അവരല്ലാതെ കൈപ്പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും EDയുടെ അന്വേഷണം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആരാണ് എന്ന് കേരള സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടങ്ങൾ തുടരും. ഷോൺ ജോർജാണ് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേർന്നത്. താങ്ക് യു ഷോൺ ജോർജ്. അപ്പോൾ ദിലീപ് കുമാർ വീണ്ടും ചേരുന്നു. ദിലീപ്, ഒരുപക്ഷെ ഓർക്കാപ്പുറത്താണ് ഇത്രയും കേന്ദ്രങ്ങളിൽ ഒന്നിച്ച് റെയ്ഡ് നടത്താൻ ED തീരുമാനിക്കുന്നത്. കോടതി ഈ പരിശോധനയുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനം വന്നതോടെ ED ഇത്രയും കാലം കാത്തിരുന്ന ആ ദിവസത്തിനു വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറയൂ. SKN, കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് CMRL നൽകിയിരുന്ന CMRLും അതോടൊപ്പം തന്നെ അവിടുത്തെ ചില ഉദ്യോഗസ്ഥരും നൽകിയിരുന്ന ഹർജി ഹൈക്കോടതി തള്ളിയത്. CMRL MD SN ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവരായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. SFIയുടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് EDയുടെ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിനാണ് സമൻസ് അയച്ചതെന്നും ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് ഈ ഹർജി തള്ളിയത്. ഇപ്പോൾ ഈ സമൻസ് അയച്ചിരിക്കുക മാത്രമാണ്, അക്കാര്യത്തിലുള്ള വിശദീകരണം നൽകാം. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഹർജി അപക്വമാണെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലും കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിയിലും കൊച്ചിയിലെ CMRL ആസ്ഥാനത്തുമൊക്കെ ഈ റെയ്ഡ് നടക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും 3 വർഷത്തിനിടെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് 1.7 കോടി രൂപ ലഭിച്ചു എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡൽഹി ബെഞ്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതോടുകൂടിയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ഇത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണ് എന്നാണ് ആ ഉത്തരവിൽ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിൽ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി 2014 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഒരേ ഒരു ഉടമ മാത്രമുള്ള 1% കമ്പനി എന്ന നിലയിലാണ് ബംഗളൂരു രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരുന്നത്. കോറമംഗല ആസ്ഥാനമാക്കിയായിരുന്നു ഈ കമ്പനി കമ്പ്യൂട്ടർ അനുബന്ധ സേവനങ്ങൾ നൽകുക എന്നതാണ് ഈ കമ്പനി അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.